ഹായ് ശീലാപതി. വന്നോളൂ. ഇന്ന് വൈകിയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അവിടെ വെച്ച് കാണാം. ഓക്കെ. ഇന്ന് സ്കൂളില്ലേ? അത് ശരി. ഓക്കെ 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 ശരി. ഓക്കെ. പുസ്തകം വായിച്ചു. അഭിപ്രായമൊന്നും പറഞ്ഞില്ല? 2 ദിവസമായിട്ട് ഡോക്ടറെ കണ്ടില്ല. ബൈനോക്കുലർ ഇങ്ങോട്ട് തിരിച്ചു തുടങ്ങിയോ? ഞാൻ നാട്ടിൽ പോയിരുന്നു. ശീലാബിക്ക് ഒരു കാര്യം തരാൻ മറന്നുപോയി. ഇന്നലെ പ്രസാധകർ വന്നിരുന്നു. പുസ്തകത്തിന്റെ പ്രതികളെല്ലാം വിറ്റുപോയി. അവർ കൊണ്ടുവന്ന സമ്മാനമാണ്. ആദ്യ പ്രതി വാങ്ങിയ ആൾക്കിരിക്കട്ടെ ഫുൾ ക്രെഡിറ്റ്. താങ്ക്സ്. അതൊന്ന് ഇളക്കൂട്ടി. ഉപ്പിട്ടില്ല? ഇട്ടിട്ടില്ല. മതിയോ? കുറച്ചുകൂടി ഇട്ടോ. മതി, ഇട്ടോ. അക്ഷരം അറിയാമെങ്കിൽ വായിക്കേ, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ചായ അവിടെയും കൂടി കൊടുത്തേക്ക്. മുകളിലത്തെ മുറിയിൽ
യെസ്. ആര്യല്ലേ? അവിടെ ഇരുന്നോളൂ. ആര്യേ, ആര്യ റെഡി ആര്യേ. എന്താ വരുന്നു ടീച്ചറെ? ടീച്ചർ എന്നാ നിനക്കൊരു ബാഗ് വാങ്ങിച്ചു. ഒന്നിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. റെഡിയല്ലേ? ഈ ബാഗ് കൊണ്ടുവച്ചിട്ട് വരാം. അമ്മമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. ഇനി ഒരു തൊടി വെള്ളം കൂടിയേ ഉള്ളൂ. കുഞ്ഞെവിടെ പോയി കുളിക്കും? അവര് കുറച്ച് വെള്ളം എടുത്തോട്ടെ കമല. മാമന് കുളിക്കാൻ തന്നെ വേണം ഒരു പറ വെള്ളം. കുളമെല്ലാം വറ്റി, പിന്നെ ഒരു തുള്ളി വെള്ളമില്ല. എന്നാ ഇതും കൂടി അങ്ങ് വറ്റിച്ചേക്ക്. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. ഒരോർമ്മ. എന്താ വാസു? പശു ഒരെണ്ണം ചത്തുപോയി. എങ്ങനെ? ഞാൻ കളത്തി വരാൻ കുറച്ച് വൈകി. ചെന്ന് നോക്കുമ്പോ ചത്ത് കിടക്കുന്നു. ഒന്ന് പതുക്കെ പറ വാസു, അപ്പൂപ്പൻ കേൾക്കും. അതിനെ എങ്ങനെയെങ്കിലും കുഴിച്ചിടാൻ നോക്ക്. ഓ, അപ്പൊ ഫയൽ എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാല് മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിലെ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക. സേവ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ. ഓരോരുത്തരായിട്ട് പറ. പ്രിയ. മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വേറെ ആര് പറയും? ഇവിടെ ആര് പറ. ടീച്ചർ എന്താ? ഞാൻ ശാരിയുടെ അച്ഛനാ. ശാരി ഇന്നലെ വീട്ടിലെത്തിയിട്ടില്ല ടീച്ചറെ. എവിടെയെന്ന് അന്വേഷിച്ചോ? ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും? ഏയ് ഇല്ല. അവിടെ അച്ഛൻ ഓഫീസ് റൂമിലുണ്ട്. വേഗം പോയി അന്വേഷിച്ചോളൂ. ഓ, ഈ സ്കൂളിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് പിഴച്ചു സാർ? ഇരിക്കൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. പ്രസിഡന്റ് എന്ത് പറയുന്നു? പുതിയതായി വന്ന കമ്പ്യൂട്ടർ ടീച്ചറിന്റെ കോലം കണ്ടാൽ തന്നെ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ആ കുട്ടി വന്നപ്പോ അങ്ങനെയായിരുന്നു, ഇപ്പോഴെല്ലാം മാറിയില്ലേ? നമുക്ക് സ്കൂളിന്റെ കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടർ നോക്കി പിള്ളേര് പഠിക്കുന്നതെല്ലാം വെറും വൃത്തിയിട്ട കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാസ്കര, വിവരക്കേട് പറയാതെ. വിവരക്കേടല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരക്കേട് വേറെ എങ്ങനെ ചെന്ന് പറയരുത്. നിങ്ങൾക്ക് മാത്രമേ വേറുള്ളൂ. വിവരക്കേടല്ല, രഘുവാ പറഞ്ഞത്. വിവരക്കേടൊന്നല്ല, രഘുവാ പറഞ്ഞത്. യാത് രഘു? നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ മകൻ രഘുവേ, ഗസ്റ്റ് ഹൗസ് രഘു. ഓ, ശാരിയെ കണ്ടുകിട്ടി. ആശുപത്രിയില്ല. തൽക്കാലം ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും.
അല്ല ഇത് ആര് ഇത്ര വൈകിട്ട് വാ ഇരിക്ക്. ഞാനിപ്പോ ഈ നാട്ടുകാരി ആയല്ലേ മാഷെ. ആ ആ ഇതാരും ശീലാവതിയോ? അന്ന് അമ്പലത്തിൽ കണ്ടതിൽ ക്ഷീണിച്ചു പോയല്ലോ. ആ വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? വിശേഷമൊന്നുമില്ല. ചന്ദ്രേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. മോളിരിക്കെ, ഞാൻ ചായ എടുത്തു. ശരി മാഷെ, ഉം. ഇന്നലെ ടെലിവിഷനിൽ എന്തോ നമ്മുടെ ശാരിയെ പറ്റി പറഞ്ഞു എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നതാ. എന്തൊക്കെയാ കുട്ടി പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോയി, പീഡിപ്പിച്ചു. എല്ലാം ഒരു സിനിമാ കഥ പോലെ. റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇന്നും വന്നിട്ടുണ്ടൊരു മിസ്സിംഗ്. 10 ബിയിലെ പൂജ. അത് എന്റെ ക്ലാസ്സിലെ കുട്ടിയാ. PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. റിസൾട്ട് അറിഞ്ഞ ഉടൻ മോളെ രക്ഷപ്പെടാൻ നോക്ക്.